ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ച് നമ്മുടെ തമ്പനയിൽ കണ്ടുള്ളതാണ് നമ്മുടെ അടക്കോഴിയാണെങ്കിൽ രണ്ടാമത് മുട്ടയിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് വീഡിയോ കണ്ട് ആർക്കും ഇഷ്ടപ്പെടുക ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ജസ്റ്റ് സ്കിപ്പ് ചെയ്തതാണ്. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട്, നമ്മുടെ തള്ളക്കോഴിയും കുഞ്ഞുങ്ങളെയും വേർതിരിച്ചത്. പറഞ്ഞത് അതെന്തെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട സമയത്താണെങ്കിൽ വോയിസ് കൊടുത്തപ്പോൾ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ലോങ് വീഡിയോ ഉണ്ട്, പിന്നെ ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ കിടക്കട്ടെന്ന് വെച്ചായിരുന്നു. അപ്പോൾ അതെന്തെന്ന് വെച്ചാൽ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് വെച്ചാൽ നമ്മുടെ തള്ളക്കോഴിയാണെങ്കിൽ 60-ാം കോഴിയാണ്. അപ്പോൾ തള്ളക്കോഴിയുടെ പൊരുന്ന് തൊട്ട് കുഞ്ഞുങ്ങളെ വിരിച്ചിറക്കിയ ആ കുഞ്ഞുങ്ങളെ നോക്കുന്നത് തൊട്ട് 60 ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തള്ളക്കോഴി സമയം കഴിഞ്ഞപ്പോഴത്തേന് തള്ളക്കോഴിയാണെങ്കിലും ചെറുതായിട്ട് പനട്ടി തുടങ്ങി, അതായത് മുട്ടയ്ക്ക് വേണ്ടി പനട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തള്ളക്കോഴിയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ ആണെങ്കിൽ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് അടുപ്പിക്കുന്നില്ലായിരുന്നു. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ അടുത്തേക്ക് അടുപ്പിക്കാത്ത സമയം കൊണ്ട് അതായത് തള്ളക്കോഴി തലയിലിട്ട് കൊത്തി മാറ്റുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, തള്ളക്കോഴി ആണെങ്കിൽ നമ്മുടെ ആ വലിയ കോഴിക്കുട്ടികളെ ഇടുന്ന ആ കൂട്ടിലേക്ക് നമ്മൾ തള്ളക്കോഴി മാറ്റുകയും ചെയ്തു. അതേപോലെ നമ്മുടെ ആണെങ്കിൽ കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ ഒറ്റയിലേക്ക് മാറ്റുകയും ചെയ്തു കേട്ടോ. അതാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ തള്ളക്കോഴി ആണെങ്കിൽ അതായത് അടക്കോഴി നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയിട്ട് 2 ദിവസം ഞാനാണെങ്കിൽ കാലിലാണെങ്കിലും നമ്മുടെ ചെറിയൊരു വള്ളി കെട്ടിയിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് ചാടി പോവുകയാണെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കൈ കിട്ടാൻ വേണ്ടിയാണ് ഞാൻ ആ വള്ളി കെട്ടിയിട്ട്. കാരണം എന്താ വെച്ചാൽ അപ്പോൾ വള്ളിയെ പിടിച്ചാൽ പെട്ടെന്ന് അവിടെ നിന്നോളൂ, അങ്ങനെയാണ് 2 ദിവസം കെട്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ 2 ദിവസം നോക്കിയിട്ട് വലിയ ബഹളമൊന്നുമില്ല. നമ്മുടെ നേരത്തെ ഉള്ള നമ്മുടെ വലിയ കോഴിക്കുട്ടികളും നമ്മുടെ ഈ അടക്കോഴിയായിട്ട് വലിയ കൊത്തലുകൾ അങ്ങനത്തെ ബഹളങ്ങളൊന്നുമില്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്താ പറയുക തീറ്റയൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്താൽ കാലിലെ വള്ളിയെല്ലാം കഴിച്ച് കളഞ്ഞ് അത് സ്വതന്ത്രമായിട്ട് അങ്ങ് അഴിച്ചു വിട്ടേക്കണം. എന്നാലും ഞാൻ നമ്മുടെ ഈ തള്ളക്കോഴിയാണെങ്കിൽ അതായത് അടക്കോഴി ഞാൻ ഒരു 3-4 ദിവസത്തേക്ക് നമ്മുടെ ഈ വലക്കത്ത് തന്നെ ഇടത്തുള്ളൂ. നമ്മുടെ വലിയ കോഴിക്കുട്ടികളെ തുറന്നു വിടുന്നാൽ പുറത്ത് അഴിച്ചുവിടത്തില്ല. അഴിച്ചുവിടത്തിൽ വെച്ചാൽ ഒരു കുറച്ചൊന്ന് പരിചയമായി ആ കൂടും പരിസരമൊക്കെ ഒന്ന് പരിചയമായി കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ വലിയ കോഴിക്കുട്ടികൾ തന്നെ നമ്മുടെ ഈ തള്ളക്കോഴി നമ്മൾ അഴിച്ചുവിടുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മുടെ തള്ളക്കോഴി അങ്ങോട്ടും ഇങ്ങോട്ടും അവിടെ നിന്നെല്ലാം കുത്തി ചകഞ്ഞൊക്കെ തിന്നുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എന്താ പറയുക നമ്മളുടെ ജസ്റ്റ് ഞാൻ കൂട്ടിലേക്കൊന്ന് പോയി നോക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ കൂട്ടിലേക്ക് പോയി നോക്കിയെന്ന് വെച്ചാൽ ജസ്റ്റ് കൂടൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് പോയി നോക്കിയതാണ്. അപ്പോൾ കൂടൊന്ന് ക്ലീൻ ആക്കിയെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക നമ്മുടെ നേരത്തെ കോഴിക്കുട്ടികൾക്ക് അതായത് നമ്മുടെ ഈ വലിയ കോഴിക്കുട്ടികൾക്ക് വിരയ്ക്ക് മരുന്ന് കൊടുത്ത ആ ഒരു സമയത്താണ് നമ്മൾ എന്താ പറയുക കൂട് ക്ലീൻ ആക്കി. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കൂടൊന്നും ക്ലീൻ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പം ഇന്ന് ജസ്റ്റ് ഒന്ന് നമ്മുടെ കൂടൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി കൂടിൻ്റെ അടുത്തേക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി ചുമ്മാ ഒന്ന് നോക്കിയപ്പോഴത്തേന് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ തള്ളക്കോഴി ആണെങ്കിൽ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തള്ളക്കോഴിയാണെങ്കിൽ 2-3 ദിവസമായിട്ട് നല്ലപോലെ മുട്ടയിടാൻ വേണ്ടി പനട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിവിടെയൊക്കെ മുട്ടയിടാറുമ്പോൾ പനട്ടോ എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലേക്ക് മുട്ടയിടാറുമ്പം ആ സൗണ്ട് വെക്കുന്നതിന് എന്താ പറയുന്നത് ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ തള്ളക്കോഴിയുടെ മുട്ട എന്ന് പറയുന്നത്. ഒത്തിരി വലിപ്പവുമില്ല, എന്നാൽ ഒത്തിരി വലിപ്പ കുറവുമില്ല, ഒരു മീഡിയം സൈസ് നമ്മുടെ സാധാരണ നമ്മുടെ തള്ളക്കോഴിയുടെ ആരോഗ്യത്തിനനുസരിച്ചുള്ള മുട്ടയുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടാമത്തെ അതായത് ആദ്യത്തെ അട കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ട്രിപ്പിലേക്കുള്ള മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ആ രണ്ടെണ്ണം കണ്ട നമ്മുടെ പൂവൻ കുട്ടികളാണ് കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ തള്ളക്കോഴിയുടെ കൂട്ടെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നേരാണെങ്കിൽ ഞാൻ മുട്ടയൊക്കെ എടുത്ത് നമ്മുടെ പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക പെരക്കകത്തേക്ക് കൊണ്ടുപോയി നമ്മുടെ പാത്രത്തിലേക്കൊക്കെ ഇട്ട് വെക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഈ വലിയ കോഴിക്കുട്ടികളാണെങ്കിൽ എൻ്റെ ചുറ്റിനും നടക്കണം. എന്ന് വെച്ചാൽ അവർക്ക് വെളിയിൽ പോകണമല്ലോ, വെളിയിൽ പോകാൻ വേണ്ടി സാധാരണ ഞാൻ നമ്മുടെ വലിയ കോഴിക്കുട്ടികളാണെങ്കിൽ ഞാൻ വലയ്ക്ക് വെളിയിലല്ലേ തുറന്നു വിടുന്നത്. അപ്പോൾ അവർക്ക് അവർക്ക് തീറ്റ തിന്ന് കഴിയുമ്പോഴത്തേന് അവർ സാധാരണ ഇന്നത്തെ പോലെ ആ വാതിലിൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ കൂട്ടം കൂടി വയ്ക്കും. അപ്പോൾ ഞാൻ അവരെ അങ്ങ് തുറന്നു വിട്ടു, നമ്മുടെ വലിയ കോഴികളെ ഞാൻ തുറന്നു വിട്ടു. അതുകൊണ്ട് നമ്മുടെ അടക്കോഴി ഞാൻ തുറന്നു വിട്ടിട്ടില്ല. അടക്കോഴി ഞാൻ ഇനി ഒരു 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് തുറന്നു വിടത്തുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അടക്കോഴി എന്ന് പറയാൻ പറ്റത്തില്ല, നമ്മുടെ തള്ളക്കോഴി അതായത് വലിയ കോഴി ഞാൻ ഇനിയിപ്പോൾ 3-4 ദിവസം കൂടെ കഴിഞ്ഞിട്ട് തുറന്നു വിടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിനിപ്പം മുട്ട ഇപ്പോൾ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മാക്സിമം ഒരു 30 മുട്ടയൊക്കെ ഇനി അടുത്തിട്ട് ഈ ഒരു ട്രിപ്പിൽ കിട്ടുമായിരിക്കും. അതുകൊണ്ട് പിന്നെ ഇത് പൊരുന്നേക്ക് ഇരിക്കുമായിരിക്കും എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ ഇത് 60-ാം കോഴിയാണ്, അങ്ങനെ നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നമ്മളുടെ അതായത് നമ്മുടെ വലിയ കോഴിക്കുട്ടികളെ ഞാൻ പുറത്തേക്ക് തുറന്നിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പം മഴയൊക്കെ കഴിഞ്ഞ സമയമുണ്ട്, അതായത് 2 ദിവസമൊക്കെ ആയിട്ട് മഴയൊക്കെ ഉള്ളതുകൊണ്ട് ആ മുറ്റത്തൊക്കെ നല്ല ചെതലുകൾ അതായത് പുഴുക്കളും ഒക്കെ കാണും. അതായത് അവർക്ക് പെട്ടെന്ന് കൊത്തിച്ചകഞ്ഞ് തിന്നാനും അതുപോലെ പുല്ലുകളൊക്കെ നല്ല നനഞ്ഞു കിടക്കുന്ന പുല്ലുകളാണ്.